കാസർഗോഡ് കാഞ്ഞങ്ങാടിന് സമീപം ദേശീയപാതയിൽ കാറിടിച്ച് പരിക്കേറ്റ പോലീസ് ഉദ്യോഗസ്ഥന്റെ രണ്ടാമത്തെ കാലും മുറിച്ചു മാറ്റി. സിവിൽ പോലീസ് ഓഫീസർ സൂരജിന്റെ ഇടതുകാൽ നേരത്തെ മുറിച്ചു മാറ്റിയിരുന്നപ്പോൾ വലതുകാലം മുറിച്ചു മാറ്റിയെന്നാണ് വിവരം. ഹൈവേ പെട്രോളിങ്ങിനിടെ അപകടത്തിൽ പരിക്കേറ്റ CPOമാരായ സൂരജ്, അലോഷ്യസ് മാത്യു എന്നിവരുടെ ഇടതുകാലുകൾ നേരത്തെ മുറിച്ചു മാറ്റിയിരുന്നു. ഇപ്പോൾ സൂരജിന്റെ വലതുകാലം നഷ്ടപ്പെട്ടു. പ്രദീപ് നാരായണൻ കാസർഗോഡ് നിന്ന് ചേരുന്നു. പറയൂ പ്രദീപ്. SKN കഴിഞ്ഞ 18-നായിരുന്നു രണ്ട് സിവിൽ പോലീസ് ഓഫീസർമാർക്ക് ദേശീയപാതയിൽ കാഞ്ഞങ്ങാട് അയിങ്ങോത്ത് വെച്ച് ഇങ്ങനെ ഒരു അപകടമുണ്ടായത്. ഹൈവേ പട്രോളിംഗ് വാഹനത്തിലായിരുന്നു ഈ പോലീസുകാരുണ്ടായിരുന്നത്. പുറത്തിറങ്ങിയപ്പോഴാണ് നിയന്ത്രണം വിട്ടുവന്ന മറ്റൊരു കാറിടിച്ച് രണ്ട് പോലീസുകാർക്ക് പിലിക്കോട് സ്വദേശി സൂരജ്, അതുപോലെ തന്നെ കുന്നുങ്കൈ സ്വദേശി അലോഷ്യസ് മാത്യു എന്നിവർക്ക് പരിക്കേൽക്കുന്നു. ഉടൻ തന്നെ ഇരുവരെയും കാഞ്ഞങ്ങാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നില ഗുരുതരമായതിനാൽ മംഗളൂരു തേജസ്വിനി ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. അവിടെ വെച്ച് കഴിഞ്ഞ 20-ന് രണ്ട് പോലീസുകാരുടെയും ഇടതുകാലുകൾ മുറിച്ചു മാറ്റേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ സിവിൽ പോലീസ് ഓഫീസർ സൂരജിന്റെ വലതുകാലം മുറിച്ചു മാറ്റേണ്ടി വന്നു എന്ന സങ്കടകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് ഈ സൂരജിന്റെ വലതുകാലിന് 70% പരിക്കുണ്ടായിരുന്നു. രണ്ടോളം ശസ്ത്രക്രിയകൾ നടത്തിയെങ്കിലും പരിക്ക് ഭേദമാക്കാനായില്ല. ഇതേ തുടർന്നാണ് മറ്റ് അവയവങ്ങളെ കൂടി ബാധിക്കുമെന്ന സാഹചര്യത്തിലാണ് ഈ വലതുകാലം മുറിച്ചു മാറ്റേണ്ടി വന്നതെന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം. എന്തായാലും ഇപ്പോൾ അലോഷ്യസ് മാത്യു ICUവിലാണ്. സൂരജും വലതുകാൽ മുറിച്ചു മാറ്റിയതിനെ തുടർന്ന് ICUവിൽ തന്നെ ചികിത്സയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ്. നേരത്തെ തന്നെ ഇവരുടെ ചികിത്സ സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പ് അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയിരുന്ന എല്ലാ ചികിത്സയും ഒരുക്കുമെന്ന കാര്യം കൂടി ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ സങ്കടകരമായ കാര്യമെന്ന് പറയുന്നത് ഡ്യൂട്ടിക്കിടയിൽ റോഡിൽ നിരത്തിൽ വാഹന പരിശോധനയ്ക്ക് എത്തിയപ്പോഴാണ് ഇരു പോലീസുകാർക്കും കാറിടിച്ച് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കൂടാതെ ഈ സൂരജ് എന്ന് പറയുന്ന പോലീസുകാരൻ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് പോലീസ് ടീമിൻ്റെ ഫുട്ബോൾ ടീമിലെ അംഗം കൂടിയാണ്. ഇരു പോലീസുകാരും ജില്ലാ ആസ്ഥാനത്ത് ജോലി ചെയ്യുന്ന ആളുകളുമാണ്. SKN. എന്തായാലും വളരെ സങ്കടമുള്ള കാര്യമാണ് പ്രദീപ് നാരായണൻ റിപ്പോർട്ട് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.